ഇവിടെ സാഹിത്യവും പറയണ്ട, ഹിസ്റ്ററിയും പറയണ്ട, ചരിത്രവും പറയണ്ട, ഭൂമിശാസ്ത്രവും പറയണ്ട, ഒരു തേങ്ങാക്കൊലയും പറയണ്ട എന്നുള്ള അവസ്ഥ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കടന്നു പോകുന്നത്. കാരണം കടുവകൾ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. കാട്ടിൽ ആനയെ ഇരയായി വേട്ടയാടി പിടിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി കടുവകളാണ്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ആദ്യത്തെ 30 മിനിറ്റ് കൊമ്പന്മാർ ഇരമ്പിയാർത്തു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗോൾമുഖം ചിഹ്നംവിളികളാൽ വിറപ്പിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ആ ചിഹ്നംവിളി അധികം നീണ്ടു നിന്നില്ല. ജെമി മക്ലാരൻ എന്ന താരം കടുവയെ പോലെ വന്ന് ബ്ലാസ്റ്റേഴ്സിനെ കൃത്യമായി ആക്രമിച്ചു. കടുവയും ആനയും തമ്മിൽ യുദ്ധം നടക്കുന്നു, സിംഹവും ആനയും തമ്മിൽ യുദ്ധം നടക്കുന്നത് പോലെ ചുമ്മാതെ മസ്തകത്തിലടിക്കുക, കടിച്ച് തൊലിവിളിക്കാൻ നോക്കുക, ഇങ്ങനെയുള്ള ഉച്ചാളി പരിപാടികളൊന്നും കടുവ കാണിക്കാറില്ല. വളരെ സ്ട്രൈക്ക് ചെയ്യുന്നതെല്ലാം നല്ല ഒരു ഒന്നൊന്നര സ്ട്രൈക്കുകളായിരിക്കും. ഇപ്പൊ തന്നെ ആനയുടെ കാലുകളിൽ ക്ഷതമേൽപ്പിച്ച് അതിനെ ഉണങ്ങാൻ അനുവദിക്കാതെ മൃതപ്രായനാക്കിയ ശേഷമാണ് കടുവ ആനയെ ആക്രമിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാൻ വിട്ടിട്ട് കൃത്യമായിട്ടുള്ള ദൗർബല്യങ്ങൾ നോക്കി അതിലേക്ക് കാഞ്ഞിടിക്കുകയായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെയ്തത്. ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഒരുപാട് പൊക്കിയടിക്കാനൊന്നും നിൽക്കുന്നില്ല, പക്ഷെ അവർ അർഹിച്ച വിജയം നേടിയെടുത്തു. ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ പൊരുതിയിട്ടുണ്ട്. ഈ രണ്ട് ടീമുകൾക്കിടയിലെ പ്രധാനപ്പെട്ട വ്യത്യാസം വിശാൽ കൈത്ത് എന്ന ഗോൾ കീപ്പർ തന്നെയാണ്. നമ്മുടെ ഗോൾ കീപ്പറെ കുറിച്ച് ഞാൻ തൽക്കാലം വേറെ ഒന്നും പറയുന്നില്ല. പണ്ട് ശാന്തി വളയണ്ണം പറഞ്ഞ ഡയലോഗൊക്കെ ഇപ്പൊ പറയേണ്ടി വരും. സോ ഞാൻ ഒന്നും പറയുന്നില്ല. സച്ചിൻ സുരേഷിന്റെ പ്രകടനത്തിനെ കുറിച്ച് നന്നായാൽ മതിയായിരുന്നു, നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ വിശാൽ കെയ്ത്ത് വളരെ മികച്ച പ്രകടനം, ഒരു ഗോൾ കീപ്പർ എങ്ങനെ ആയിരിക്കണം എന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ മത്സരത്തിൽ വിധി നിർണ്ണയിച്ചത് ഗോൾ കീപ്പറാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ ആരെയും പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നതേ ഇല്ല. എന്ത് പറയാനായി, സത്യം മെന്റലി എക്സോസ്റ്റഡ് ആയി. വീഡിയോ ഒന്നും ചെയ്യാൻ മൈൻഡേ വരുന്നില്ല. കടുവകൾ ആനകളെ കടിച്ച് ചീന്തി എന്നൊക്കെ പറയേണ്ടി വരും. അല്ല എന്ത് ചെയ്യാനാ, ഈ സീസണും ഗുദാഹുക. ഫ്രസ്ട്രേഷൻ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് മലരൊക്കെയാണ് ഇവന്മാർ കാണിക്കുന്നത്. നന്നായിട്ട് കളിച്ചു, പക്ഷെ യോഗമില്ല, ഭാഗ്യമില്ല. എന്ത് തേങ്ങയാണ്. കുറെ തൊലിഞ്ഞ ട്രാൻസ്ഫർ പോളിസി, നല്ല പ്ലേയേഴ്സിനെ കൃത്യമായ പൊസിഷനിൽ വെക്കുന്നില്ല. എന്തിന്റെ പേരിൽ എന്തോ വികാരത്തിന്റെ പുറത്ത് ഓരോരുത്തരെയൊക്കെ വീണ്ടും വീണ്ടും കളിപ്പിക്കുന്നു. വയ്യ, മാലരി വിട്ടിട്ട് പോവാ.